മാർലോ മരിച്ച യുവതിയുടെ വിവരങ്ങൾ ശേഖരിച്ചു. അടുത്തുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന യുവതി പതിവ് പോലെ വീട്ടിലേക്ക് മടങ്ങി. അമ്മയോടൊപ്പം ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത്. രാത്രിയിൽ വാതിൽ മുട്ടുകേട്ട് അവർ വാതിൽ തുറന്നു. പെട്ടെന്നാണ് ആക്രമണമുണ്ടായത്. ശബ്ദം കേട്ട് പ്രായമായ അമ്മ എത്തിയപ്പോഴേക്കും അവിടെ ആരെയും കണ്ടില്ല. അവർ ഉടൻ തന്നെ ബഹളം കൂട്ടി. ആളുകൾ എത്തി, പോലീസും എത്തി. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അവളുടെ ചലനമറ്റ ശരീരം കണ്ടെടുത്തു, അടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും. സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. തരൂ, അതിൽ വല്ല സൂചനകളും ഉണ്ടാവും. അത് വായിച്ച മാർലോ ചിന്താധീനനായി. ഇത് ആശ്ചര്യമായിരിക്കുന്നല്ലോ. ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് മാരകമായ മുറിവേറ്റല്ല. ശരീരത്തിലെങ്ങും ചെന്നായ കടിച്ചു കീറിയ പാടുകളുമില്ല. പകരം കഴുത്തിൽ ചെറിയ 2 പാടുകൾ മാത്രം, അതും പാമ്പ് കടിച്ചതുപോലുള്ള പാടുകൾ. പക്ഷെ മരണം നടന്നത് ശരീരത്തിൽ നിന്നും അമിതമായി രക്തം നഷ്ടപ്പെട്ടിട്ടാണ്. ഇതെങ്ങനെ സാധിക്കും? ആ ചെറിയ 2 മുറിവിൽ നിന്നും ഇത്രയും രക്തം നഷ്ടപ്പെടുമോ? ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തിയ ആ സർജനെ ഒന്ന് കാണണം. അന്ന് വൈകുന്നേരം. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ എവിടെയോ ആണ്. എന്താണിവിടെ ആൾക്കൂട്ടം? ഇന്നലെ അപകടത്തിൽ കൊല്ലപ്പെട്ട യുവതിയുടെ മൃതദേഹം സംസ്കരിക്കുകയാണ്. പിരിഞ്ഞു പോകുന്ന ആളുകളുടെ സംസാരം മാർലോ ശ്രദ്ധിച്ചു. സാറ മരിച്ചെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഉറങ്ങിക്കിടക്കും പോലെയുണ്ട്. എല്ലാവരും പറയുന്നത് അതുതന്നെയാണല്ലോ. മാർലോ ആളുകൾ പിരിയാൻ കാത്തുനിന്നു. അതിനുശേഷം, പറയൂ സാറ, എങ്ങനെയാണ് നീ മരിച്ചത്? മെല്ലെ സൂര്യൻ അസ്തമിച്ചു. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സർജൻ്റെ വീട് ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. മാർലോയ്ക്ക് വീട് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. വരൂ മിസ്റ്റർ മാർലോ, ഇത് തന്നെ വീട്. ഇത് വളരെ വിചിത്രമായ മരണമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. രക്തം പൂർണ്ണമായും നഷ്ടപ്പെട്ട് വിളറി വെളുത്തിരുന്നു. പക്ഷേ കഴുത്തിലുള്ള മുറിവിലൂടെ ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ അത്രയും രക്തം നഷ്ടപ്പെടുന്നത് അസാധാരണമാണ് താനും. മറ്റൊരു കാര്യം, രക്തം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും ശരീരത്തിലോ വസ്ത്രങ്ങളിലോ ഒരു തുള്ളി രക്തം പോലും കാണപ്പെട്ടില്ല എന്നുള്ളതാണ്. അതെ, വസ്ത്രത്തിൽ രക്തം പുരളാതിരുന്നത് ഞങ്ങളും ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും മിസ്റ്റർ മാർലോ, ഈ കേസിൽ പിടികിട്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഡോക്ടർ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? രക്തം കുടിക്കുന്ന വവ്വാലുകളെപ്പറ്റി അങ്ങ് കേട്ടിരിക്കുമല്ലോ. യെസ്, വാമ്പയർ ബാറ്റ്. അവർ സാധാരണ മൃഗങ്ങളുടെ രക്തമാണ് കുടിക്കാറ്. തന്നെയുമല്ല, ഒരാൾ മരിക്കത്തക്കവണ്ണം മുഴുവൻ രക്തവും കുടിക്കാൻ തക്ക വലിപ്പമൊന്നും അവയ്ക്കില്ല. താങ്ക് യു ഡോക്ടർ, വീണ്ടും കാണാം. സന്തോഷം. എനിക്കും ഈ കേസിൽ വളരെയധികം താല്പര്യമുണ്ട്. ഞാൻ കണ്ട ചെന്തായ ഇത്ര വിദഗ്ധമായി രക്തം കുടിക്കുമോ? ഒരിക്കലുമില്ല. ഏതായാലും വീട്ടിനകത്തിരുന്ന് ഡയറി പൂർണ്ണമായും വായിക്കാം. അന്ന് രാത്രി മാർലോ ഡയറി വീണ്ടും തുറന്നു. ഹോ, ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? വിശ്വസിക്കാനാവുന്നില്ല. അവരുടെ ദുരന്തകഥ മാർലോ ശ്വാസമടക്കി പിടിച്ച് വായിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പഴയ കപ്പൽ കയറിപ്പറ്റി. കൊള്ളാം. അങ്ങനെയാണ് ഈ വിചിത്ര കപ്പൽ രംഗത്ത് വരുന്നത്. ഈ കഥയുടെ ശരിയായ തുടക്കം അങ്ങ് ട്രാൻസിൽവാനിയയിലാണ്. ഇനിയും കുറേ പേജുകൾ കൂടിയുണ്ട്. അതിലാണ് എല്ലാ രഹസ്യവും അടങ്ങിയിരിക്കുന്നത്. ഇനിയുള്ള പേജുകൾ വെള്ളം പുരണ്ട് ചീത്തയായല്ലോ. ഒട്ടും വായിക്കാനാവുന്നില്ല. ഛേ, പുറത്തെന്തോ ശബ്ദം കേട്ടോ? നേരിയ നിലാവെളിച്ചത്തിൽ മാർലോ പുറത്തേക്ക് നോക്കി. അവിടെ ഏതോ നിഴൽ അനങ്ങുന്നല്ലോ. ഇന്ന് 2-1 അറിയും. അവിടെ തന്നെ. പെട്ടെന്ന് ഒരു മേഘം ചന്ദ്രനെ മറച്ചു. അതാരാണെന്ന് വ്യക്തമാകുന്നില്ല. മാർലോ ആ രൂപത്തെ പിന്തുടർന്നു. ദൈവമേ, അത് ഇന്നലെ മരിച്ച സാറയെപ്പോലെ ഉണ്ടല്ലോ. ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? മരിച്ച സാറ ഇതാ കൺമുന്നിൽ. എങ്ങനെ ഇത് വിശ്വസിക്കും? ഏതായാലും അവളെ പിന്തുടരാം. ഇനി സത്യത്തിൽ അവൾ മരിച്ചിട്ടില്ലെന്ന് വരുമോ? അതോ സാറയുടെ വേഷം ധരിച്ച് മറ്റാരെങ്കിലും ആളുകളെ ഭയപ്പെടുത്താൻ ഇറങ്ങിയതാവുമോ? അവൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അതും വളരെ വേഗത്തിൽ. അവളുടെ പിന്നാലെ പോകണമെങ്കിൽ ഇനി ഓടേണ്ടി വരും. പിടികിട്ടി. സാറയെ സംസ്കരിച്ച സെമിത്തേരിയിലേക്കുള്ളതാണ് ഈ ചെറിയ വഴി. എന്തിനാണ് അവൾ സെമിത്തേരിയിലേക്ക് വീണ്ടും പോകുന്നത്? മാർലോ സാറയുടെ അടുത്തെത്താൻ മുന്നോട്ട് കുതിച്ചു. പക്ഷേ ചാടി എണീറ്റപ്പോഴേക്കും അവളെ കാണുന്നില്ലല്ലോ.
മാർലോ ആ ചെറിയ വഴിയിലൂടെ സെമിത്തേരി ലക്ഷ്യമാക്കി കുതിച്ചു. അവൾ അവിടെയുണ്ടാകും. അല്പസമയത്തിനു ശേഷം, എന്താണ് ആ ശബ്ദം? സർജന്റ് മാർലോ മുന്നോട്ട് കുതിച്ചു. ദൈവമേ, അവിടെ എന്തോ സംഭവിച്ചു. നേരിയ നിലാവെളിച്ചമുണ്ട്. അതാ അവിടെ ഒരു രൂപം. അത് അവളുടെ രൂപമല്ലേ? മാർലോ തോക്കെടുത്തു. ഹേയ്, നിൽക്കൂ. നിൽക്കാൻ. എന്തു പറ്റി? ആരാണ് നിങ്ങൾ? ഞാൻ ഭൂതം. പേടിക്കാതിരിക്കൂ, ഞാൻ പോലീസാണ്. ഞാൻ ഞാൻ കുറച്ചു മുൻപ് ഈ വഴിയിലൂടെ വരികയായിരുന്നു. അപ്പോൾ പറയൂ. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എൻ്റെ നേരെ വന്നു. അവൾ ഒഴുകി വരും പോലെയാണ് എനിക്ക് തോന്നിയത്. അവൾ എൻ്റെ അടുത്തെത്തി. വരൂ എന്ന് പറഞ്ഞു. എൻ്റെ ബോധം മറഞ്ഞു. പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഇവിടെ ആയിരുന്നു. അപ്പോൾ അവൾ മുന്നിലുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് നിലവിളിച്ചത്? അത് അവളുടെ വായിൽ നിന്ന് 2 പല്ലുകൾ നീണ്ടുവരും പോലെ തോന്നി. പറയൂ. അത് കണ്ടതും ഞാൻ ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് അവൾ മഞ്ഞിൽ മാഞ്ഞുപോയി. മാഞ്ഞുപോയെന്നോ? പെട്ടെന്ന് നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിടാൻ ആരംഭിച്ചു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നായ്ക്കളുടെ ഓരിയിടൽ ഉച്ചത്തിലായതോടെ, വരൂ, ഇനി ഇവിടെ നിൽക്കണ്ട. നോക്ക്, ചർച്ചിനോട് ചേർന്നുള്ള വീട്ടിൽ വെളിച്ചം അവിടുത്തെ ഫാദറിൻ്റേതാകും. മാർലോ മുന്നോട്ട് നീങ്ങി. വാതിൽ തുറന്നു. മാർലോയുടെ ഊഹം ശരിയായിരുന്നു. ആരാണ് ഈ രാത്രിയിൽ? ഫാദർ, ഞാൻ പോലീസ് ഓഫീസർ മാർലോ. എനിക്ക് അങ്ങയുടെ സഹായം വേണം. വരൂ ഓഫീസർ, പുറത്ത് തണുപ്പുണ്ടാകും. അകത്തേക്ക് വരൂ. താങ്ക് യു. ഫാദർ അവരെ സ്വീകരിച്ചു. ഈ ചായ നിങ്ങളുടെ ക്ഷീണമകറ്റും. വളരെ സന്തോഷം ഫാദർ. അന്ന് രാത്രി നടന്ന സംഭവം വളരെ ചുരുക്കി മാർലോ വിവരിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇതൊരു കെട്ടുകഥ പോലെ അവിശ്വസനീയമാണ്. പക്ഷേ എല്ലാം നടന്നത് തന്നെ. ഫാദർ, നമുക്ക് സാറയുടെ കല്ലറ ഒന്ന് തുറന്ന് പരിശോധിക്കണം. അത് വേണോ? ഇത് നിങ്ങളെ മറ്റാരെങ്കിലും കബളിപ്പിക്കാൻ ശ്രമിച്ചതാണെങ്കിലോ? അതെ ഫാദർ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഈ പരിശോധന. എനിക്ക് അതിന് വഴിയുണ്ടാക്കാൻ ഇപ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫാദർ, ഇക്കാര്യം കൂടുതൽ നീട്ടിവെക്കരുത്. ശരി ഓഫീസർ. പെട്ടെന്ന് പുറത്ത് മഴ ചാറാൻ തുടങ്ങി. മിന്നലും ആരംഭിച്ചു. കണ്ടില്ലേ, നല്ല മിന്നലുണ്ട്. ഞാൻ ജനലടയ്ക്കട്ടെ? ഫാദർ ജനാലക്കരികിലേക്ക് നീങ്ങി. ഓ ഗോഡ്, എന്താണ് ഈ കാണുന്നത്?